കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങി ആലുവ. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ യാത്രക്കാർ വലഞ്ഞു. ആലുവയിൽ നിന്ന് വിഷ്ണു പ്രകാശ്. ആലുവയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. വിഷ്ണു, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇപ്പോൾ ഈ ആദ്യമായാണോ സംഭവിച്ചത്, അതോ പതിവായി മഴയിൽ ഇത്തരം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണോ? എന്താണ് പറയുന്നത്? യാത്രക്കാരൊക്കെ നന്നേ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവണമല്ലോ. മോദി, നിലവിൽ നമ്മളിപ്പോൾ ഉള്ളത് ആലുവയിൽ നിന്നും പുളിഞ്ചോട് ഭാഗത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ്. ആ വഴിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് പെയ്ത ഈ ഒരു ഒറ്റ മഴയിൽ കാണുന്ന വെള്ളക്കെട്ടാണ് ഇതുള്ളത്. പ്രധാനപ്പെട്ട വഴിയാണ്. കാരണം ആലുവയിൽ നിന്നും എറണാകുളം ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ ഈ മാർഗം വേണം ആലുവ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, KSRTC, ജനറൽ ആശുപത്രി അടക്കമുള്ള മേഖലകളിലോട്ട് പോകാനായിട്ടുള്ള ഇവിടുത്തെ സ്ഥിതിയാണ്. ഇവിടുത്തെ നാട്ടുകാരടക്കം പ്രതികരിക്കുന്നത് ഇവിടെ ഒരു മഴ പെയ്താൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വേണ്ട നടപടികളൊന്നും മുനിസിപ്പാലിറ്റി പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട അവർ ആരും അത് ചെയ്തില്ല, അല്ലെങ്കിൽ ഓട വൃത്തിയാക്കുന്ന ജോലികളൊന്നും അവർ ചെയ്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഇവിടുത്തെ നാട്ടുകാർക്കുണ്ട്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ ഇവിടെ എത്തിയൊരു ഓട തുറക്കുന്ന ഒരു ജോലി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ സമീപത്ത് കട നടത്തുന്ന ആളാണ്. ഇത് ഓരോ 3 മാസം കൂടുമ്പോൾ ഇവിടെ സ്ഥിരം പരിപാടിയാണ്. ലക്ഷക്കണക്കിന് രൂപ റോഡ് വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് സർക്കാർ ചെലവാക്കിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. വേണ്ട മുനിസിപ്പാലിറ്റി ഒന്നും വേണ്ട വിധത്തിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മുനിസിപ്പാലിറ്റി മഴയ്ക്ക് മുമ്പുള്ള ശുചീകരണം നടത്തിയാണ്. പക്ഷേ ഇത് ഓട ഇതാണ് ക്ലോസ് ആയി കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കാണുന്നത്. കടകൾക്ക് ലക്ഷക്കണക്കിന് നഷ്ടം വന്നിട്ടുണ്ട്, ആശ്വാസം വന്നിട്ടുണ്ട്. ഈ പ്രദേശം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ ആലുവ ജനറൽ ആശുപത്രിയിലോട്ടൊക്കെ അങ്ങനെ കേട്ടില്ല. ആലുവ ജനറൽ ആശുപത്രിയിലേക്കൊക്കെ പോണ വഴിയാണ് മെയിൻ വഴിയാണ്. അതെ, ഇതിപ്പോൾ മഴ പെയ്തിട്ട് പെട്ടെന്നൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ്. അത് മഴക്കാലത്ത് സ്വാഭാവികമാണ്. ഡ്രെയിനേജ് പറഞ്ഞാൽ ഈ മാക്സിമം വെള്ളം ഇതിലൂടെ പോകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഉള്ളതാണ്. ഈ കടകളിലേക്ക് എത്ര രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ വണ്ടി പോകുമ്പോൾ. ഈ മഴ പെയ്യണ സമയത്ത് അവിടെ നിന്ന് വണ്ടി ബ്ലോക്ക് ചെയ്യാനുള്ള ഇവിടെ വെള്ളക്കെട്ട് വരുമ്പോൾ അവിടെ നിന്ന് വണ്ടികൾ തിരിച്ചു വിടുകയാണെങ്കിൽ ഇവിടെ ഈ കടകളിലേക്ക് വെള്ളം കയറൽ ഒഴിവായി കിട്ടും. അതേ ഇപ്പോൾ കാണാൻ പാടില്ല. ഓളം വലിയ കടയുടെ അകത്തേക്കാണ് ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം എത്ര രൂപയുടെ നഷ്ടം തന്നെ. എന്ന് മഴ പെയ്താലും ഇത് തന്നെ അവസ്ഥ. കടയൊക്കെ പൂട്ടിയിട്ടൊക്കെ കാണാൻ പാടില്ല. എല്ലാ കടകളും പൂട്ടിയിട്ടാണ് കാണാൻ പാടില്ല. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ശക്തമായിട്ടുള്ള മഴയുണ്ട്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചും ആലുവ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് ശക്തമായ മഴയിൽ ആലുവയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. എപ്പോൾ മഴ പെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് നാട്ടുകാരും പറയുന്നത്. വിഷ്ണു പ്രകാശാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.